ചെയ്തടിക്കുമ്പോൾ മാത്രമല്ല, മദ്യം ഒഴിച്ചു തുടങ്ങുമ്പോൾ മുതലേ ഞാൻ നിന്റെ കണ്ണിൽ നോക്കിയിരിക്കും. എന്താ കണ്ണിൽ കണ്ണിൽ ഇത്രയും കൂടി ക്ലോസ് വന്നിട്ടാണോ? അതെ, റിയലി റിയലി ക്ലോസ്. Cheers. Cheers. സിപ്പെടുത്തില്ലേ? ഇല്ല. എന്തേ? അത് സിപ്പെടുത്താലല്ലേ കൂടുള്ളൂ. ഹലോ ഹലോ, നിങ്ങളുടെ വൈഫ് അല്ലേ വിളിച്ചത്? ഇവിടെ ആളുണ്ടെന്ന് അവര് മനസ്സിലാക്കില്ലേ? അതിപ്പോ ഞാൻ ഫോൺ എടുത്തപ്പോ തന്നെ മനസ്സിലായിണ്ടാവില്ലേ? അത് വല്ല കള്ളനുമാണെന്ന് അവര് വിചാരിച്ചോളും. അയ്യോ, കള്ളനാണെന്ന് പറഞ്ഞ് ഇനി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പോലീസ് കോപ്പൊക്കെ ജീപ്പ് എടുത്തൊക്കെ ഇവിടെ വരും. പോലീസ് അങ്ങനെ മേടിക്കാൻ വേണ്ട, ഞാൻ എംഎൽഎ. അതിന് പോസിബിലിറ്റി ഇല്ല. പോലീസില്ല. പോലീസ് ഇവിടെ വരുമോ? വരും. നമുക്ക് പോയാലോ? ഇവിടുന്ന് പോയാലോ? വാ, വേഗം പോവാം. നോ, ഐ കാൻറ്റ് ബി ഹിയർ. നോ നോ, ഇനി ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ പറ്റില്ല. ഐ കാൻറ്റ്. ഫോൺ എടുക്കലേ. ഫോൺ എടുക്കലേ. എന്തെടുക്കല്ലേന്ന്? അത് ക്ലോക്ക് അടിച്ചതാ. എന്റെ ദൈവമേ, ഇവിടെ ശേഷം വെച്ച് കൊല്ലും. പ്ലീസ് ശ്രദ്ധ. ജസ്റ്റ് ഹാവ് ഇറ്റ്. ശ്രദ്ധ. ആരാണ് ഈ പേരിട്ടത്? ശ്രദ്ധ. തന്റെ ഡാഡി മമ്മി ആയിരിക്കുന്നു. എന്റെ എല്ലാ ശ്രദ്ധയും പോയി. ഏത് നേരത്താണോ എനിക്ക് ഇവിടെ വരാൻ തോന്നിയത്? ആൽബം, യൂട്യൂബ്, നോൺസെൻസ്. പ്ലീസ് ശ്രദ്ധ, ഹാവ് ഇറ്റ്. ഷട്ട് അപ്പ്. ക്ലോക്ക്? നോ, ഫോൺ. ക്ലോക്ക് അങ്ങനെ ഇപ്പോൾ അടിക്കില്ല. ഹലോ ഹലോ ഹലോ, ആരാ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ആരാ നിങ്ങളുടെ കൂടെ? ഞാൻ കേട്ടല്ലോ ഒരുത്തിയുടെ സൗണ്ട്. നിങ്ങൾ ശബ്ദം മാറ്റൊന്നും സംസാരിക്കണ്ട. ആരാ നിങ്ങളുടെ കൂടെയുള്ള ആ അഭിസാരിക? നിങ്ങളൊരു കള്ളനാണേലും നുണയനായിരിക്കും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ വൈകി വരുന്നേന്ന്. എന്റെ കാര്യം പോട്ടെ, എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ കുറിച്ചെങ്കിലും നിങ്ങൾ ഓർത്തോ? ആരെ കൊച്ചി? എംഎൽഎ ആയതുകൊണ്ട് എല്ലാവരുടെ കൊച്ചിനും ഉത്തരവാദിത്തം പറയണ. നിങ്ങൾ ഹൈവാലി ബംഗ്ലാവിലേക്ക് പോവാ. ഉടമസ്ഥൻ എംഎൽഎ ഡൽഹിക്ക് പോയിക്കുവാണെന്ന് 10 ദിവസം പുറകെ നടന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയതാന്നൊക്കെ. അവിടുന്ന് എടുക്കാനുള്ളത് എടുത്തിട്ട് വേഗം ഇങ്ങ് വാ. എനിക്ക് വയ്യ ഇങ്ങനെ ആദ്യം പിടിക്കാൻ. ആ എംഎൽഎ തന്നെയാണ് ഈ സംസാരിക്കണേ. നിന്റെ ആരാണ് ഇവിടെ ഉള്ളെങ്കിലും ഇനി നീ അവനെ കാണൂല. ഞാൻ അവനെ കാശിക്കളയും. ഞാൻ പറഞ്ഞല്ലേ വേറെ ആൾ കൂടി ഇരുന്ന്. നിന്റെ മറ്റവളല്ലേ അവള് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ആരാണെങ്കിലും എനിക്ക് ഞാൻ ആദർശ് ശ്രീവരാം എംഎൽഎ. നിനക്കറിയോ, ഞാൻ വെള്ളയിട്ട് നടക്കുന്ന മാലാഖിയൊന്നല്ല. ബാംഗ്ലൂർ ഷൂട്ടിംഗ് അക്കാഡമിയിലെ ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ നേടിയവൻ. നീ എങ്ങനെ ഓടിയാലും നിന്റെ തല ഞാൻ വെടിവെച്ചിടും. ഇനി അതൊന്നും വേണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള എല്ലാ മാരകായുധങ്ങളും വെച്ച് കീഴടങ്ങിക്കൊള്ളണം. ഞാൻ 1 മുതൽ 10 വരെ എണ്ണുന്നതിനുള്ളിൽ 1, 2, 3. ഈ നേരത്താണ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത്? ഫാസ്റ്റ്. 4, 5, 6, 7, 8, 9, 10, 11.
ഓടി വെടിവെക്കോ. പന്നി താനാരോ? 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 God bless you. God bless you. What do you mean? എന്റെ പേര് തുമ്മണവാ? Sorry. എന്താണ് sorry? ചോദിക്ക്. താനാരോ? തുമ്മരുത് കാശുകളെ. അത് വന്നില്ല, പോയി. ആരും ഒന്നില്ല, ഒന്ന് പോയിന്ന്. God. Thank God. ആരോട് ചോദിച്ചോടാ നീ എന്റെ മേലാക്ക തുമ്പി വെച്ചേ? അത് ഞാൻ വെള്ളത്തിൽ നനഞ്ഞിട്ട് എനിക്ക് പനി പിടിച്ചു സാറേ. Sad. ഒരു സെക്കൻഡ് വെയിറ്റ്, ഞാൻ തോർത്ത് കൊണ്ടുവരാം. വെയിറ്റ്. സാറേ ഈ തണുത്ത വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലേ, തണുത്ത വെള്ളത്തിൽ വീണോ? പറഞ്ഞു. തണുത്ത വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എനിക്ക് പനി പെട്ടെന്ന് വരും. അത് കുഞ്ഞുനാൾ പോലെ അങ്ങനെയാണ്. നീ എന്തിനും തണുത്ത വെള്ളത്തിൽ വീഴാൻ എന്റെ വീട്ടിലേക്ക് വന്നേ? അതിന്റെ പിന്നെ എടുത്തോ. താങ്ക് യു മാഡം. കുറച്ച് രാസനാഥി പൊടി കൂടി തലേ തേക്കാൻ, പനിയൊന്നും വരാതിരിക്കാൻ. സോറി, പാവല്ലേ. നിന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ? ആരുമില്ല. നീ മാത്രമേ ഉള്ളൂ. നിന്റെ കയ്യിൽ വേറെ വല്ല ആയുധങ്ങളുണ്ടാ? ബോംബ് മറ്റു അവിടെ വെച്ചിട്ടുണ്ടാ? ഇല്ല, ഒന്നും. ആയുധങ്ങൾ വല്ലതും ഉണ്ടോ? എന്തുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ സാർ. ഇതെന്താ? വാട്ട്? ഇത് ഏതുതരം ലോക്കും വെക്കാൻ പറ്റും സാർ. Oh my God, this is very dangerous. അതെ, ഹാറ്റ്സ് ഓഫ് ടു യു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ഒരു കള്ളനുണ്ടെന്ന്? That sixth sense. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ ഇതിനകത്ത് വേറെ ആളുണ്ടെന്ന്. How are you so smart, huh? That's my smartness, babe. Oh, I cannot tell you. You're so intelligent and I feel so impressed right now. I'm very much intelligent, baby. That's why I became the MLA of the streets. I will take you to highlands of... Stop! അല്ല സാർ, ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ സാർ? അതുകൊണ്ട് ഞാൻ പോയത്. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നീ സ്വർഗത്തിലെ കട്ടുറുമ്പാവണം. ആ കട്ടുറുമ്പിനെ പിടിച്ച് കാലുകൾ ഒടിച്ച് തീപ്പട്ടിക്കൂടിലിട്ട് കിരി അടിച്ച് കൊല്ലലാണ് എന്റെ വിനോദം. മനസ്സിലായോ? തീപ്പട്ടിയിലിട്ട് കൊല്ലാൻ മീൻസ് I gonna burn him up. അയ്യോ, It's a proverb, baby. It's a game actually. ആണോ? കുട്ടിക്കാലത്ത് കട്ടുറുമ്പിനെ കിട്ടുമ്പോ കാലി തീപ്പട്ടിക്കൂട്ടിനുള്ളിലിട്ട് അതിനെ അടുപ്പിച്ചു കൊല്ലലാണ് എന്റെ Such വിനോദം. a cruel game, അല്ലേ? Politics is a cruel game, baby. സാറ്, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് സാർ. അതിന് ഞാൻ ഉത്തരവാദിയല്ല. വൈഫ് പ്രഗ്നന്റ് ആണോ? അതെ മാഡം. That's nice. Right, Adarsh? What nice? What? നിന്റെ വീട്ടുകാരെന്തിനാ എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പറയുന്നേ? ഞാൻ പരിചയപ്പെട്ട അടുപ്പത്തിലാവുന്നവരോട് വളരെ തുറന്ന് സംസാരിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് സാർ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ എന്റെ ഒരു സ്വഭാവം പറഞ്ഞേ. എന്റെ വൈഫും പ്രത്യേക ഒരു ടൈപ്പാണ്. എന്നെ കണ്ടില്ലെങ്കിൽ അഡ്രസ് പിടിച്ച് അവൾ ഇങ്ങോട്ട് വരും കേട്ടാ. പണിക്ക് പോണം, കക്ക പോണ വീട്ടിലെ അഡ്രസ് പോണം. ആരെങ്കിലും ഭാര്യയ്ക്ക് സ്വന്തം ഫോൺ നമ്പർ ഞാൻ കൊടുത്തല്ല, അവള് ടെലിഫോൺ ഡയറക്ടറിന്ന് എടുത്താണ്. പക്ഷെ അഡ്രസ് ഞാൻ കൊടുത്താണ്. കാരണം ഞങ്ങള് എല്ലാം തുറന്ന് സംസാരിക്കണ ഒരു ഭാര്യ ഭർത്താവുമാണ്. Really? Actually, that's a good quality. അല്ലേ? താങ്ക്സ്. Good quality for people like you. For husbands, that not much good quality. Listen, Adi. Actually, married ലൈഫിലെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തതാ സൊസൈറ്റിയുടെ പ്രശ്നം. മാഡം, ഞാൻ വൈഫിനെ ഒന്ന് വിളിച്ചോട്ടെ. ഒന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫോണിലോ? ആദി, let him call. Let him call. Wife pregnant അല്ലേ? You call. പെട്ടെന്ന്. Come.
ഹലോ ഹലോ ചേട്ടാ എന്താ പറ്റേ? നിന്നോട് ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞല്ലേ എന്നെ ഇവിടെ പിടിച്ച്. അയ്യോ, അപ്പൊ നേരത്തെ ഫോൺ എടുത്ത ആരാ? അത് ആദർശ് സാറ്. അല്ല, അപ്പൊ പുള്ളി ഡൽഹിക്ക് പോയെന്നല്ലേ പറഞ്ഞേ? അങ്ങേര് പോയില്ല. ഞാനത് എങ്ങനെ അറിയും? ഞാൻ വിചാരിച്ചു നിങ്ങളാണെന്ന്. എന്റെ സൗണ്ട് കേട്ട് നിനക്ക് അറിയാൻ പാടില്ല. കള്ളന്മാരെങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ശബ്ദം മാറ്റി എന്നെ പറ്റിച്ചതാന്ന് വിചാരിച്ചു. അല്ല, അപ്പൊ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടതോ? അതാരായിരുന്നു? അത് ആദർശ് സാറിന്റെ ഭാര്യയാണോ? ഭാര്യയുടെ അനിയത്തിയുടെ അല്ല ഭാര്യ അല്ല ഫ്രണ്ട്. അപ്പൊ ആദർശ് സാറിന്റെ ഭാര്യ? അപ്പൊ സാറിന്റെ ഭാര്യ അവരിവിടെ ഇല്ല. ഭാര്യ അതിപ്പോ വേറെ പെണ്ണിന്റെ കൂടെ രാത്രി വരുന്ന ആളുടെ കൂടെയാണോ കൂട്ട്? നിങ്ങളെ കൂടി ചീത്ത വേണ്ട, വേഗം പോര്. അത് ഞാനിവിടെ കൂട്ടുപിടിക്കണല്ലേ, എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടാണ് വരാം. നീ ഫോൺ വെച്ച പൊന്നെ. അവര് വിടുവോ? ഞാൻ വരണോ? ഞാൻ വേണമെങ്കിൽ വന്ന് സംസാരിക്കാം. വിടില്ല. അല്ല വേണ്ട, ഞാൻ വന്നോളാം. നീ ഫോൺ വെച്ചോ. എന്നൊരു ഉമ്മ തന്നിട്ട് വെച്ചോ. ലവ് യു. ഉമ്മ ലവ് യു.